നമസ്കാരം. പ്രധാന വാർത്തകൾ. റോഡ് പരിപാലനത്തിൽ വീഴ്ച. പെരിന്തൽമണ്ണയിലെ 2 ഉദ്യോഗസ്ഥരെയും മഞ്ചേരിയിലെ 1 ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കുറ്റകരമായ അനാസ്ഥ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിശദമായ അന്വേഷണത്തിനും ഉത്തരവ്. ആലിപ്പറമ്പ് തെക്കേപ്പുറത്ത് യുവാവിന് കുത്തേറ്റു. യൂത്ത് ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡുമായ മുഹമ്മദ് ഷെഫീഖിനാണ് കുത്തേറ്റത്. കുത്തിയ ശേഷം വാഹനം ഇടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും യുവാവ്. നാട്ടുകൽ തള്ളച്ചിറയിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. തള്ളച്ചിറ സ്വദേശി കൊങ്ങത്ത് ശങ്കരനാണ് അറസ്റ്റിലായത്. കുത്തേറ്റ സേതലവി പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ. ഓണത്തിരക്ക് ഒഴിവാക്കാൻ ഒറ്റപ്പാലം നഗരത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. പാർക്കിങ്ങിനായി പ്രത്യേക കേന്ദ്രങ്ങൾ ഒരുക്കും. നഗരത്തിലേക്ക് വരേണ്ടതില്ലാത്ത വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനും നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. നാട്ടുകല്ലിലെ തുടർച്ചയായ മോഷണം. തുമ്പ് കണ്ടെത്താനാകാതെ പോലീസ്. മോഷണത്തിന് പിന്നിൽ ആസൂത്രിത സംഘമെന്ന നിഗമനം. വിശദമായ വാർത്തകളിലേക്ക്. റോഡ് പരിപാലനത്തിൽ വീഴ്ച. പെരിന്തൽമണ്ണയിലെ 2 ഉദ്യോഗസ്ഥരെയും മഞ്ചേരിയിലെ 1 ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തു. റണ്ണിംഗ് കോൺട്രാക്ട്സ് പദ്ധതിയിൽ റോഡുകൾ പരിപാലിക്കുന്നതിന് വീഴ്ച വരുത്തിയതിനാലാണ് പൊതുമരാമത്ത് വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ചത്. കേരളത്തിലെ റോഡ് പരിപാലനം സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി. ഈ പദ്ധതി പ്രകാരം പരിപാലന കാലാവധിയിൽ അല്ലാത്ത റോഡുകൾ പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കുന്നതിന് നിശ്ചിത കാലയളവിലേക്ക് ഒരു കരാറുകാരനെ ചുമതലപ്പെടുത്തണം. പ്രവൃത്തികൾ കൃത്യസമയത്ത് നടപ്പാക്കണം. 21,000 കിലോമീറ്ററോളം റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിപാലിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ വർഷത്തെ പരിശോധനയിൽ ചിലയിടങ്ങളിൽ പ്രവൃത്തി നടപ്പിലാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ കണ്ടെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഇടപെട്ടു. തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിച്ചില്ലെന്ന് കണ്ടെത്തി. നിരത്ത് വിഭാഗം മഞ്ചേരി ഡിവിഷനിലെ പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലാണ് ഈ വീഴ്ച കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതികൾ അന്വേഷിക്കാൻ നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പൊതുജനങ്ങൾ പരാതി ഉന്നയിച്ചപ്പോൾ ഭരണാനുമതി ലഭിച്ചില്ലെന്ന തെറ്റായ മറുപടിയാണ് ചില ഉദ്യോഗസ്ഥർ നൽകിയത്. വിശദമായ അന്വേഷണത്തിന് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകളുടെ പരിപാലനം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും പ്രധാന പങ്കുവഹിക്കാൻ കഴിയും. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ റോഡിൽ നീല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ച പരാതികൾ പറയാമെന്നും എന്നിട്ടും നടപടിയുണ്ടായില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ റോഡിൽ നീല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ച് പരാതികൾ പറയാമെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയാൽ ശക്തമായ നടപടിയെടുക്കാനുമാണ് തീരുമാനം. ആലിപ്പറമ്പ് തെക്കേപ്പുറത്ത് യുവാവിന് കുത്തേറ്റു. യൂത്ത് ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡുമായ മുഹമ്മദ് ഷെഫീഖിനാണ് കുത്തേറ്റത്. പ്രദേശത്തുള്ള യുവാവാണ് കത്തികൊണ്ട് കുത്തിയതെന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികളും നാട്ടുകാരുമായ യുവാക്കൾ പറഞ്ഞു. ആലിപ്പറമ്പ് തെക്കേപ്പുറത്തെ യൂത്ത് ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡുമായ മുഹമ്മദ് ഷെഫീഖിന് ചൊവ്വാഴ്ച രാത്രി 10:30 മണിയോടെയാണ് കുത്തേറ്റത്. പ്രദേശത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് കുത്തേറ്റ യുവാവ്. കത്തികൊണ്ട് കുത്തിയ ശേഷം വാഹനം ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും യുവാവ് പറഞ്ഞു. ഞങ്ങൾ തെക്കേപ്പുറത്ത് നിസ്കാര പള്ളിയുടെ അവിടെ വീടിൻ്റെ അവിടെ ഇരിക്കുന്നു. അതിൽ ഞങ്ങൾ 3 പേര് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതി വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് മുഖത്തേക്ക് വന്നിട്ട് അടിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാണ്ടിട്ട് ഇയാളെ ഫസ്റ്റ് മുഖത്ത് കണ്ടു. പിന്നെ അരിയിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് അരിക്ക് നെല്ലിട്ട് കുത്തി. പിന്നെ കത്തിയെടുത്ത് കുത്താൻ നോക്കിയപ്പോൾ ഞങ്ങൾ 3 പേരും പാടെ കുടിച്ച് മേടിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഈ പ്രതി വണ്ടിയിട്ട് വന്നിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഞാൻ അവിടുന്ന് ചാടി, വണ്ടി കൊണ്ടുവന്ന് ചാടി. യുവാവിനെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പോലീസ് എത്തി യുവാവിൻ്റെ മൊഴിയെടുത്തു. തടയാൻ ശ്രമിച്ച സുഹൃത്ത് ദിൽഖർ എന്ന യുവാവിന് കയ്യിൽ കത്തി കൊണ്ടതിനെ തുടർന്ന് മുറിവേറ്റിട്ടുണ്ട്. പ്രദേശത്തുള്ള അബ്ദുറഹ്മാൻ എന്ന യുവാവാണ് കുത്തിയതെന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നു എന്നും ദൃക്സാക്ഷികളും നാട്ടുകാരുമായ യുവാക്കൾ പറഞ്ഞു.
തെക്കേപ്പുറം നിസ്കാരപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ 2-3 ആൾക്കാർ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുത്തേറ്റ ഷെഫീഖിൻ്റെ ഇടയിൽ മറ്റേ ഈ കുട്ടുന്ന ആൾ വന്നിട്ട് ഒരു പ്രകോപനമല്ലാതെ പെട്ടെന്ന് വന്നിട്ട് എനിക്കിനെ കാണിച്ചു തരാം എന്ന് പറയുകയും ചെയ്തു. തലമുക്ക് തല്ല് വെച്ചു. അപ്പോൾ അത് ഷെഫീഖ് നീച്ചപ്പോഴത്തിന് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് ഇവൻ്റെ വയറ്റിൽ കുത്തി. അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരെ പിടിച്ചു. ഇവൻ പിടിച്ചു നോക്കിയപ്പോൾ കത്തി ഇവൻ്റെ കയ്യിൽ കൊണ്ട് 2-3 സ്റ്റിച്ച് ഉണ്ട്. അങ്ങനെ അവൻ കാർ എടുത്ത് ഓടി. അപ്പോൾ പിന്നാലെ ഷെഫീഖ് വീട്ടിലേക്ക് ഓടിയിരുന്നു. അപ്പോൾ ആ കാർ കൊണ്ട് വീണ്ടും അവനെ കുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഷെഫീഖ് അപ്പുറത്തെ അങ്ങോട്ട് മാറിയോട്ട് അങ്ങനൊരു അപകടത്തിൽ രക്ഷപ്പെട്ടതാണ്. നാട്ടിൽ ഒരു പ്രകോപനമില്ലാതെ നടന്ന സംഭവം. രാത്രി ഒരു 10:55 സംഭവം നടന്നത്. നാട്ടുകൽ തള്ളച്ചിറയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാളെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തള്ളച്ചിറ സ്വദേശി കൊങ്ങത്ത് വീട്ടിൽ ശങ്കരനാണ് അറസ്റ്റിലായത്. ഭാര്യയെ ശല്യം ചെയ്ത വിരോധമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസിന്റെ FIR-ൽ പറയുന്നു. വെട്ടേറ്റ കൊങ്ങത്ത് വീട്ടിൽ സൈദലവി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി 8:30 നെല്ലിക്കുന്ന് ഭാഗത്ത് വെച്ചാണ് ശങ്കരൻ സൈദലവിയെ മടവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കാലിലുമാണ് വെട്ടേറ്റത്. സംഭവശേഷം ശങ്കരൻ നാട്ടുകൽ പോലീസിൽ കീഴടങ്ങിയെന്നാണ് വിവരം. ഭാര്യയെ ശല്യം ചെയ്ത വിരോധമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസിന്റെ FIR-ൽ പറയുന്നു. വധശ്രമത്തിന് ശങ്കരനാരായണനെതിരെ പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. സൈദലവി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓണത്തിരക്ക് ഒഴിവാക്കാൻ ഒറ്റപ്പാലം നഗരത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. നഗരസഭ വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. RS റോഡിലും പ്രധാന പാതയിലും TB റോഡിലുമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കും. BM UP സ്കൂളിന് മുന്നിലെ സ്വകാര്യ വളപ്പ്, ലക്ഷ്മി തിയേറ്റർ പരിസരം, കോടതി വളപ്പ്, മാർക്കറ്റ് കോംപ്ലക്സ് അങ്കണം, NSS ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാകും പാർക്കിങ്ങിന് സൗകര്യം. പാതയോരങ്ങളിലെ പാർക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കി സുഗമമായ ഗതാഗതത്തിന് വഴിയൊരുക്കാനാണ് ശ്രമം. കഴിഞ്ഞ വർഷം പരീക്ഷിച്ച് വിജയിച്ച ക്രമീകരണമാണിത്. ഒറ്റപ്പാലം നഗരത്തിലേക്ക് വരേണ്ടതില്ലാത്ത വാഹനങ്ങളെ തിരക്കേറിയ സമയങ്ങളിൽ വഴിതിരിച്ചുവിടാനും തീരുമാനമായി. മംഗലം, മുരുക്കമ്പറ്റ, വരോട്, കോതകുറിശി, വാണിയംകുളം പാത ഇതിനായി വിനിയോഗിക്കും. പാലക്കാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെ മംഗലത്തു നിന്നും, പട്ടാമ്പി ഭാഗത്തു നിന്നുള്ളവയെ വാണിയംകുളത്തു നിന്നും വഴിതിരിച്ചുവിടാനാണ് തീരുമാനം. ഒറ്റപ്പാലത്തേക്ക് വരേണ്ടതില്ലാത്ത വാഹനങ്ങൾ വഴിതിരിച്ചു പോയാൽ നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷയായി. ഉപാധ്യക്ഷൻ K. രാജേഷ് സംസാരിച്ചു. വ്യവസായിയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. പുലാപ്പറ്റ ഉമ്മനഴി താന്നിക്കൽ ഐസക് വർഗീസിന്റെ വീട്ടിലേക്കാണ് കുപ്പിയിലാക്കിയ സ്ഫോടക വസ്തു എറിഞ്ഞത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന് മുന്നിൽ കുപ്പിച്ചില്ലുകൾ ചിതറിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. വീട്ടിലെ CCTV ക്യാമറ പരിശോധിച്ചതിൽ 13 രാത്രി ഒരു കാർ വരുന്നതും ഒരാൾ ഇറങ്ങി വീടിന്റെ ഗേറ്റിന് സമീപത്ത് നിന്നും എന്തോ വീട്ടിലേക്ക് എറിയുന്നതായും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എറിഞ്ഞ വസ്തുവിനെക്കുറിച്ചും പ്രതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് കോങ്ങാട് പോലീസ് അറിയിച്ചു. കുറ്റവാളിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഐസക് വർഗീസ് ആവശ്യപ്പെട്ടു. അത് ആരെറിഞ്ഞ് എന്തെറിഞ്ഞെന്നെല്ലാം നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും പേഴ്സണലായിട്ട് ഞങ്ങളും അന്വേഷിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. 2 വണ്ടികളായി വന്നിട്ട് ഇത് ചെയ്തത്. അതിൽ ഒരു വണ്ടി വെള്ള ഷിഫ്റ്റും ഒരു ബലേനോ വണ്ടിയായിരുന്നു മാറ്റിയിൽ. ഈ 2 വണ്ടികളാണ് വന്ന് ചെയ്ത് അതിക്രമം കാണിച്ചത്. എൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചു കൊണ്ടുപോയി. വീട്ടിലേക്ക് ആസിഡ് ബോംബാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കരിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ്. വീടിൻ്റെ ചുമരിൻ്റെ മുകളിലേക്ക് അത് തെറിച്ചിൻ്റെ അവിടെ കളർ പോയിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവമാണ്. ക്രൂരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കേശവദേവ് ചെയ്തത്. ഒരു പൂർവ്വ വൈരാഗ്യവും മാളിൻ്റെ വർക്ക് കൊടുത്തിരുന്നു. ആ വർക്ക് കൃത്യമായിട്ട് കൊണ്ടു നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതല്ലാതെ അതിന് വലിയ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടത്തിയത്. ഇത് 2 അറ്റംപ്റ്റും ചിലപ്പോൾ എൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ വെച്ചും മറ്റു ചില സാഹചര്യങ്ങൾ വെച്ചൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളതെല്ലാം മുളയിലെ നുള്ളിക്കളഞ്ഞിരുന്നു. അപ്പോൾ ഇത് അവൻ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവനടക്കം ഇവിടെ വന്നിട്ടാണ് രാത്രി ഇത് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ വെല്ലുവിളിച്ചിട്ടാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായി പോലീസിൽ നടപടി എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി തഹസിൽദാറായ അനങ്ങനടി സ്വദേശി 48-കാരനായ ജയകൃഷ്ണനാണ് മരിച്ചത്. കൊച്ചിൻ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ലാൻഡ് അക്വിസിഷൻ തഹസിൽദാറായി പാലക്കാട് ജോലി ചെയ്യുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പട്ടാമ്പി ഡെപ്യൂട്ടി തഹസിൽദാർ
ഓങ്ങല്ലൂർ, കുലുക്കല്ലൂർ എന്നിവിടങ്ങളിൽ വില്ലേജ് ഓഫീസർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇടവേള. വാർത്തകളിലേക്ക്. 2 മാസത്തിനുള്ളിൽ നാട്ടുകൽ സ്റ്റേഷൻ പരിധിയിൽ നടന്നത് നിരവധി മോഷണവും മോഷണാശ്രമങ്ങളും. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. വീടുകൾ, കടകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മോഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നിരവധി മോഷണങ്ങളും മോഷണശ്രമങ്ങളുമാണ് ഉണ്ടായത്. സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ആളെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കൊടക്കാടുണ്ടായ മോഷണത്തിൽ 3 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിരുന്നു. കടകളിലെയും മറ്റും CCTVകൾ പോലീസ് അരിച്ചു പരിശോധിച്ചെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല. കൊമ്പം, കൊടക്കാട് മുതൽ നാട്ടുകൽ വരെയാണ് കള്ളന്മാർ വിലസുന്നത്. ഒരേ സമയം ഒന്നിലധികം വീടുകളിൽ മോഷണം നടന്നിട്ടുള്ളതിനാൽ ഒരുപാട് പേർ സംഘത്തിൽ ഉള്ളതായാണ് നാട്ടുകാരുടെ നിഗമനം. ഇത്രയും മോഷണമുണ്ടായിട്ടും ഒരു CCTV ക്യാമറയിൽ പോലും ഇവർ പെട്ടിട്ടില്ല. പ്രദേശം നന്നായി അറിയുന്നവരാകാം കള്ളന്മാർ എന്നും നാട്ടുകാർ പറയുന്നു. ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ചല്ല ഇവർ മോഷ്ടിക്കുന്നത്. അർദ്ധരാത്രിയിൽ വാതിൽ കുത്തി തുറന്ന ആളുടെ ദേഹത്തു നിന്ന് പോലും ആഭരണങ്ങൾ മോഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. പ്രദേശങ്ങളിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും കള്ളന്മാരെ പിടികൂടാൻ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായി സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മാനസമിത്ര ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിനാണ് പരിശീലനം നൽകുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ഭാഗമായി സൗജന്യ പരിശീലന പരിപാടി 27, 28 തീയതികളിൽ കൊപ്പത്ത് വെച്ച് നടത്തും. മാനസമിത്ര ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിനാണ് പരിശീലനം. ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചതായി മുഹമ്മദ് മുഹസിൻ ML അറിയിച്ചു. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, ലഹരി അടക്കമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. MSW അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 2 ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുപ്പിക്കും. പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, സ്കോൾ കേരള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്റേണുകളായി മാനസമിത്രയുടെ 2ാം ഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും. സ്കോൾ കേരളയുടെ വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാലകളായിരിക്കും മാനസമിത്രയുടെ 2ാം ഘട്ടത്തിൽ പ്രധാനമായും ഉണ്ടാവുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 23-നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8129830186 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. മാനസമിത്ര പദ്ധതി പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇതിന് പ്രധാനപ്പെട്ട കാരണം 2024 ഒക്ടോബർ 13 നമ്മൾ യൂത്ത് സബ്മിറ്റ് നടത്തി. നമ്മുടെ മണ്ഡലത്തെ ഒരു ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി മാറ്റുക, വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി യുവജനതയെ അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ അടക്കമുള്ള എല്ലാ മേഖലയിലും ശാക്തീകരണം നൽകുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് നടന്നത്. അതിൽ പങ്കെടുത്ത യൂത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം വേണമെന്നും അത് അഫോർഡബിൾ ആവണമെന്നും അപ്രോച്ചബിൾ ആകണം എന്നുള്ള കാര്യം. അതായത് സാധാരണ മാനസികാരോഗ്യ മേഖലകളിലേക്ക് പോകുമ്പോൾ അധികം ആളുകളെ നമുക്ക് അതിനുള്ള അസിസ്റ്റൻസിനും സഹായത്തിനും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് യൂത്ത് പൊതുവായിട്ട് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മാനസമിത്ര എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ എല്ലാവരും പങ്കെടുക്കുകയും ആ സിലബസ് ഇൻഹാൻസ് തയ്യാറാക്കിയ സിലബസ് അത് ഡിസ്കസ് ചെയ്ത് കൂടുതൽ മെച്ചപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുപേരെ നമ്മൾ നിലവിലുള്ള പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സൈക്കോളജി അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് അടക്കമുള്ള ഫീൽഡിൽ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബിരുദാനന്തര ബിരുദം എടുത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ പോലെയുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. സ്കോൾ കേരളയുമായി ബന്ധപ്പെട്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. പട്ടാമ്പിയിൽ നമ്മളെ സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ടുള്ള ശ്രദ്ധയും സ്കോൾ കേരളയും ചേർന്നുകൊണ്ടാണ് ഈ മാനസമിത്ര പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോ ഇതിൽ എനിക്ക് പറയാനുള്ളത് പട്ടാമ്പി മണ്ഡലത്തിലും പരിസര പ്രദേശത്തുള്ള ബിരുദാനന്തര ബിരുദം സൈക്കോളജിയിലോ സോഷ്യൽ വർക്കിലോ ഉള്ള ആളുകൾ ഈ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ തുടർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യമായിട്ട് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. തുടർന്ന് മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ശ്രദ്ധയുടെ ഇന്റേണുമാരായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടും. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നതിന് വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളുടെയും കൂടെ നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി പട്ടാമ്പി മണ്ഡലത്തിലുള്ള
സൈക്കോളജി, സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദം നേടിയവരാണ്. അതിന് പുറമേയുള്ള ഇവിടെ എത്തിപ്പെടാൻ കഴിയുന്ന ഇന്റേണുമാരായിട്ട് കൂടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. Shraddha.online.org എന്ന് പറയുന്ന Shraddha.online.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് ഗസാല ഹോട്ടലിൽ നടന്നു. CATU സംസ്ഥാന കമ്മിറ്റി അംഗം അച്യുതൻ TK ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ സമ്മേളനം സിന്ദാബാദ്. KBA ജില്ലാ പ്രസിഡന്റ് രേഖാമോഹൻ അധ്യക്ഷയായി. ബ്യൂട്ടീഷ്യൻ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തൊഴിൽ സുരക്ഷിതത്വം നൽകുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റ് ആര്യനാട് മോഹനൻ പതാക ഉയർത്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെയും KBA സെക്രട്ടറിയായിരുന്ന രാധാനാരായണൻ്റെയും നിര്യാണത്തിൽ അനുശോചിച്ചു. അസോസിയേഷൻ സെക്രട്ടറി മഞ്ജു രാജ്കുമാർ പ്രമേയം അവതരിപ്പിച്ചു. ഷെർലി സജി, മോഹൻകുമാർ, അജിത സന്തോഷ്, ഷീജ രാജേഷ്, രജനി സതീഷ്, സുനിത, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. രേഖാമോഹനെ ജില്ലാ പ്രസിഡന്റായും അജിത സന്തോഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കരിമ്പുഴയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വരുന്നു. ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തിയുടെ ശിലാസ്ഥാപനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. ഹെൽത്ത് ഗ്രാന്റായ 55,50,000 രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ശിലാസ്ഥാപനമാണ് K പ്രേംകുമാർ MLA നിർവഹിച്ചത്. മണ്ഡലത്തിൽ 9 സബ് സെന്ററുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 55.5 ലക്ഷം രൂപ വീതം നീക്കിവെച്ചിട്ടുണ്ട്. 5 കോടിയിൽ പരം വരുന്ന പ്രവൃത്തിയാണ് ഈ മണ്ഡലത്തിലാകെ ആരോഗ്യ മേഖലയിൽ പ്രാദേശികമായിട്ടുള്ള കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്നത്. ഇതിനാവശ്യമായ സംഖ്യ നമുക്ക് ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് ആയിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ചടങ്ങിൽ അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. KK ഷൗക്കത്ത് അലി, K അനസ്, രുക്മണി, A ശിവശങ്കരൻ, EK ജസീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശക്തമായ കാറ്റിൽ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ വീടിനു മുകളിൽ തേക്കിൻ മരം കടപുഴകി വീണു. മരം മുറിക്കാരൻ സലാഹുവിന്റെ സഹായത്തോടെ പെരിന്തൽമണ്ണ അഗ്നിരക്ഷാസേന മരം മുറിച്ചു നീക്കി. കുന്നപ്പള്ളി വളയംമുച്ചി ചോലക്കാട്ടുതൊടി അബ്ദുൾ സമദിന്റെ വീടിന് മുകളിലാണ് ശക്തമായ കാറ്റിൽ തേക്കിൻ മരം കടപുഴകി വീണത്. തേക്കുമരം വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നിരുന്നു. പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ സേനയെത്തി സമീപവാസിയായ മരം മുറിക്കാരൻ സലാഹുവിന്റെ സഹായത്തോടെ മരം മുറിച്ചു നീക്കി. പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുർജിത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുഹമ്മദ് അലി, രഞ്ജിത്ത്, സുജിത്ത്, നിധിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ മരം മുറിച്ചു നീക്കിയത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച പോത്തുപൂട്ട് മത്സരം ആവേശകരമായി. സ്നേഹതീരം വാട്സാപ്പ് ഗ്രൂപ്പുമായി ചേർന്ന് പുലാമന്തോൾ വളപുരത്താണ് പോത്തുപൂട്ട് മത്സരം സംഘടിപ്പിച്ചത്. വളപുരം MK അസീസ് ഹാജിയുടെ കണ്ടത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും വാട്സാപ്പ് ഗ്രൂപ്പും ചേർന്ന് സംഘടിപ്പിച്ച പോത്തുപൂട്ട് മത്സരം നടന്നത്. കർഷക ദിന ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോത്തുപൂട്ട് മത്സരത്തിൽ 41 ജോഡി കന്നുകളെ മത്സരിപ്പിച്ചു. കൊപ്പം പുലാശ്ശേരി കട്ടേക്കാട് പറമ്പിൽ സൈതാലിക്കുട്ടിയുടെ പോത്തുകളാണ് 1ാം സ്ഥാനം നേടിയത്. മാരാമംഗലം അൽ അമീൻ്റെ പോത്തുകൾ 2ാം സ്ഥാനവും കരിങ്കലത്താണി പുളിക്കത്തടത്തിൽ സെയ്ദിൻ്റെ പോത്തുകൾ 3ാം സ്ഥാനവും നേടി. തോട്ടപ്പായ നെച്ചിക്കാടൻ പ്രദേശത്തിൻ്റെ ജോഡികൾ 4ാം സ്ഥാനത്തും ചിരട്ടാമല ജബൽ ഗ്രൂപ്പിൻ്റെ ജോഡികൾ 5ാം സ്ഥാനത്തും എത്തി. വിജയികൾക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ട്രോഫികൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നാലകത്ത് ഷൗക്കത്ത്, മുഹമ്മദ് നയീം, പോത്തുപൂട്ട് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MK അസീസ് ഹാജി, VP മുസ്തഫ കുരുവമ്പലം, PK മുത്തുമൂർക്കനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഇതാ ഇപ്പോൾ നിങ്ങൾക്കായി ഫിറ്റ് ഫാമിലി ന്യൂട്രീഷൻ സെന്റർ ചളവറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷണ രീതിയിലുള്ള പോരായ്മകളും ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു വെൽനസ് കോച്ചിന്റെ സഹായത്തോടെ ആരോഗ്യപ്രദമായ ഒരു ജീവിതമാണ് ഫിറ്റ് ഫാമിലി ന്യൂട്രീഷൻ സെന്റർ നിങ്ങൾക്കായി ഉറപ്പു നൽകുന്നത്.
ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ. ജീവിതശൈലി രോഗങ്ങൾ കൂടിവരുന്ന ഇക്കാലത്ത് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്? നമ്മൾ ഇന്ന് നേരിടുന്ന പല അസുഖങ്ങൾക്കും കാരണം തെറ്റായ ഭക്ഷണരീതിയും ജീവിതശൈലിയുമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ലഭിക്കാത്തതാണ് നമ്മളെ ഒരു നിത്യരോഗിയായി മാറ്റുന്നത്. ഇതിനൊരു സമ്പൂർണ്ണ സൊല്യൂഷനുമായാണ് ഫിറ്റ് ഫാമിലി ന്യൂട്രീഷൻ ഹബ്ബ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ചള്ളയിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. വെൽനസ് കോച്ചുമാരായ അനിൽ പട്ടാമ്പി, ഭാര്യ രസിത അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ഥാപനം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വെൽനസ് കോച്ചുമാരായ രമ പട്ടാമ്പി, മൻസൂർ, മനോജ്, കുഞ്ഞുമുഹമ്മദ്, സന്ധ്യ, ജ്യോതി തുടങ്ങിയവരും പങ്കെടുത്തു. ആരോഗ്യ സംരക്ഷണം ആഹാരത്തിലൂടെ എന്നതാണ് സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. മനുഷ്യ ശരീരത്തിലെ പ്രധാന പാരാമീറ്ററുകൾ ചെക്ക് ചെയ്ത് ഒരു വെൽനസ് കോച്ചിൻ്റെ സഹായത്തോടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ആരോഗ്യപ്രദമായ ഒരു ജീവിതം ഉറപ്പു നൽകുകയാണ് ഫിറ്റ് ഫാമിലി ന്യൂട്രീഷൻ സെൻറ്റർ. ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവരും നല്ല ആരോഗ്യം വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. നല്ല ഭക്ഷണ രീതിയൊക്കെ തന്നെയാണ്. പക്ഷേ കഴിക്കുന്ന ആഹാരത്തിലൂടെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് പലവർക്കും അറിയുന്നില്ല. ഇന്ന് നമ്മൾ ഒരു 10 വീടെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 7 വീടും ഇന്ന് പല മെഡിസിൻസ് ആയിട്ട് കഴിച്ചിട്ട് അനാരോഗ്യത്തിലൂടെ പോകുന്ന ആളുകളാണ്. എന്നാൽ ഇത്തരം ആളുകൾക്ക് വളരെ ആശ്വാസമാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചളവറയിലെ ഫാമിലി ഫിറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂട്രീഷൻ സെൻ്ററാണ്. ഈ സെൻ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ ശരീരത്തിലുള്ള പാരാമീറ്റേഴ്സുകളൊക്കെ കൃത്യമായും ചെക്ക് ചെയ്തിട്ട് അതിൽ അവരുടെ ബോഡിയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും, ഇത് കൃത്യമായിട്ടും അവർക്ക് നല്ലൊരു ആരോഗ്യത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൃത്യമായ അവയർനെസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഡെയിലി ബേസിസിൽ വരുന്ന ആളുകൾക്ക് അവരുടെ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് അതിൽ അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻസ് ആണ് ഇവിടുന്ന് കൊടുക്കുക. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു പ്രോപ്പർ വേ ഇതിലൂടെ കിട്ടും. വെയ്റ്റ് മാനേജ്മെൻറ്റ്, എനർജി ആൻഡ് ഫിറ്റ്നസ്, ഹെർട്ട് ഹെൽത്ത്, ഡൈജസ്റ്റീവ് ഹെൽത്ത്, ചിൽഡ്രൻസ് ഹെൽത്ത്, ബോൺ ആൻഡ് ജോയിൻറ്റ് ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, വുമൻസ് ഹെൽത്ത്, മെൻസ് ഹെൽത്ത്, ഐ ഹെൽത്ത്, വെയ്റ്റ് ഗെയിൻ, സ്ലീപ്പ് സപ്പോർട്ട് തുടങ്ങി ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുകയും അറിവ് നൽകുകയുമാണ് സ്ഥാപനം. ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ കാരണം എൻ്റെ ഹെൽത്ത് പ്രോബ്ലം തന്നെയായിരുന്നു. ഒരുപാട് അൺഹെൽത്തി സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്. ഒരുപാട് മെഡിസിൻ ഉപയോഗിച്ചിരുന്നു. ഞാൻ ബിഫോർ ഒരു നേഴ്സായിരുന്നു. പക്ഷേ എൻ്റെ ഭക്ഷണ രീതിയെ കുറിച്ചിട്ട് അന്ന് എനിക്ക് കറക്റ്റായിട്ട് ഒരു അവയർനെസ്സും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ബോഡി അൺഹെൽത്തിയിൽ പോയിരുന്നതെന്ന് ഒരു ന്യൂട്രീഷൻ സെൻ്ററിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ വന്നപ്പോൾ എൻ്റെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് എനിക്ക് കറക്റ്റ് അവയർനെസ് തന്നു. അപ്പോഴാണ് ഞാൻ ഒരുപാട് എക്സസ് വെയിറ്റ് ഉണ്ടെന്നും എക്സസ് ഫാറ്റ് ഉണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഞാനൊരു 3.5 മാസം കൊണ്ട് എല്ലാം നോർമലാക്കാൻ സാധിച്ചു. ഞാൻ അതുവരെ കഴിച്ചിരുന്ന എല്ലാ മെഡിസിനും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ നിറയെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 2-3 മാസം കൊണ്ട് തന്നെ അതൊക്കെ നോർമലായി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ബേസിക്കലി ഞാനൊരു ആധാര എഴുത്തുകാരിയാണ്. പക്ഷേ ഇതിൽ ഞാൻ 5 വർഷമായി ജോയിൻ ചെയ്തിട്ട് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് ഞാൻ ഇതിൽ പഠിച്ചു. അതെല്ലാം എനിക്കിതിൽ തന്നെ കിട്ടി. യുവാക്കളും പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവരുടെ നേരത്തെയുള്ള സെൻ്ററുകളിലെത്തി ഇന്ന് ആരോഗ്യപ്രദവും സന്തുഷ്ടകരവുമായ ജീവിതം നയിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എത്തുന്നതിന് മുന്നേ ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലായിരുന്നു. കാരണം ഒരു 105 കിലോ വെയിറ്റ്, കാലിൻ്റെ ലിഗ്മെൻറ്റിന് പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകളായിട്ട് നടക്കുന്ന സമയത്താണ് ഒരു വെൽനസ് കോച്ചിനെ പരിചയപ്പെടുന്നതും ഒരു വെൽനസ് സെൻറ്ററിൽ എത്തുന്നതും. ഒരു വെൽനസ് കോച്ചും അല്ലെങ്കിൽ വെൽനസ് സെൻറ്ററും എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റി തന്നത് എൻ്റെ അൺഹെൽത്തി സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ
റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫിൽ ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനി തുടർന്ന് അങ്ങോട്ട് എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാണ്ട് ലൈഫ് റൺ ചെയ്യാൻ എനിക്കും എൻ്റെ ഫാമിലിക്കും കഴിയുന്നത് ആ ഒരു വെൽനസ് കോച്ചിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഞാനൊരു ടയർ വർക്കാണ് എൻ്റെ ജോലി. അപ്പം അതിൽ ഭക്ഷണ രീതി കറക്റ്റ് അല്ലാത്തതുകൊണ്ടും കറക്റ്റായിട്ടുള്ള കോച്ചേഴ്സ്, അതായത് കറക്റ്റായിട്ട് എനിക്കൊരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടും തെറ്റായിട്ടുള്ളൊരു ഭക്ഷണ രീതിയിൽ ഒരു 118 കിലോ വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ്. പക്ഷേ കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ളൊരു ഭക്ഷണ രീതിയിലേക്ക് എനിക്ക് വരാൻ പറ്റി. അതിൻ്റെ പുറമെ എനിക്ക് എൻ്റെ ശരീരത്തിലത്തെ കുറവുകളെ നല്ലൊരു ന്യൂട്രീഷനോട് പരിഹരിക്കാൻ പറ്റിയപ്പോൾ 7.5 വർഷമായിട്ട് ഞാൻ കഴിച്ചിരുന്ന മെഡിസിൻസ്, അതായത് പ്രഷറിന് കൊളസ്ട്രോളിനൊക്കെ മെഡിസിൻ കഴിച്ചിരുന്നതാണ്, എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. അതിലൂടെ നല്ലൊരു ഹെൽത്തി വേയിലേക്ക് എനിക്ക് വരാൻ പറ്റി. അതൊരു 29 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. വന്ന ആ ഒരു റിസൾട്ട് ഞാൻ എൻ്റെ ഫാമിലിക്കും കൂടി എനിക്ക് കൊടുക്കാൻ പറ്റി. ഇന്ന് 2 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റിലാണ് ഞാനും എൻ്റെ ഫാമിലിയും ഹെൽത്തി ആയിട്ടിരിക്കണം. കുടുംബസമേതം തന്നെ ഇവിടെ എത്തി ശരീരത്തിലെ പാരാമീറ്ററുകൾ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്നതാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴാണ് ഇതുപോലൊരു ന്യൂട്രീഷൻ സെൻ്ററിനെ കുറിച്ച് ഞാൻ അറിയുന്നതും അവിടെ ചെല്ലുന്നത്. അവിടെ ഒരു വെൽനസ് കോച്ച് പറഞ്ഞു തന്നപ്പോഴാണ് എൻ്റെ ചിന്തയിൽ ഞാൻ കഴിച്ചിരുന്നതൊക്കെ നല്ല ഭക്ഷണങ്ങളായിരുന്നു. ഭക്ഷണം കഴിച്ചാലാണ് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതാണ് എല്ലാവരും പറയുക. അപ്പം നല്ല ഭക്ഷണം കഴിച്ചു. പക്ഷേ ഇതുപോലൊരു ന്യൂട്രീഷൻ സെൻ്ററിൽ ചെന്നപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഭക്ഷണമല്ല, നല്ല പോഷകാഹാരങ്ങളാണെന്ന് മനസ്സിലായതും നമ്മുടെ ഭക്ഷണത്തിലെ പോഷകാഹാര പോരായ്മകളെ കുറിച്ച് ആ വെൽനസ് കോച്ച് പറഞ്ഞു തന്നത് പ്രകാരം അത് തിരുത്തി നല്ല ഭക്ഷണ രീതിയിലേക്ക് മാറിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോർമലാക്കാനും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരാനും എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 11 മണി വരെയാണ് പുതിയ ആളുകൾക്ക് ഇൻഫർമേഷനും ചെക്കിങ്ങിനുമുള്ള ടൈം. പട്ടാമ്പിയിലും കൊപ്പത്തും 5 വർഷത്തോളമായി ഇവരുടെ ന്യൂട്രീഷൻ സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് അമ്പലപ്പാറ കണ്ണമംഗലത്ത് വീടിന്റെ അടുക്കള ഭാഗം തകർന്നു വീണു. വാരാപ്പറമ്പിൽ സുരേഷ് ബാബുവിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം അടുക്കള ഭാഗത്ത് ആരും ഉണ്ടാവാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി മുഹമ്മദ് കാസിം സ്ഥലം സന്ദർശിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായി വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട് അധ്യക്ഷത വഹിച്ചു. ദാവൂദ് ഹാജി, അബ്ദു ഹാജി കോമഞ്ചേരി, റഫീഖ് വല്ലപ്പുഴ, VM മുസ്തഫ, CK ഉബൈദ്, M വിജയകുമാർ, നസീർ ആലിക്കൽ, T സഹദുള്ള, അസീസ് പ്ലാച്ചിക്കോട്, അബ്ദുൽ ഖാദർ, EPM ഇക്ബാൽ, ബിന്ദു സന്തോഷ്, വിജയലക്ഷ്മി, നിസാർ PMS, ഹസീന, റുക്കിയ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡ് പരിപാലനത്തിൽ വീഴ്ച. പെരിന്തൽമണ്ണയിലെ 2 ഉദ്യോഗസ്ഥരെയും മഞ്ചേരിയിലെ 1 ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുറ്റകരമായ അനാസ്ഥ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിശദമായ അന്വേഷണത്തിനും ഉത്തരവ്. ആലിപ്പറമ്പ് തെക്കേപ്പുറത്ത് യുവാവിന് കുത്തേറ്റു. യൂത്ത് ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡുമായ മുഹമ്മദ് ഷെഫീഖിനാണ് കുത്തേറ്റത്. കുത്തിയ ശേഷം വാഹനം ഇടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും യുവാവ്. നാട്ടുകൽ തള്ളച്ചിറയിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. തള്ളച്ചിറ സ്വദേശി കൊങ്ങത്ത് ശങ്കരനാണ് അറസ്റ്റിലായത്. കുത്തേറ്റ സേതലവി പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ. ഓണത്തിരക്ക് ഒഴിവാക്കാൻ ഒറ്റപ്പാലം നഗരത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. പാർക്കിങ്ങിനായി പ്രത്യേക കേന്ദ്രങ്ങൾ ഒരുക്കും. നഗരത്തിലേക്ക് വരേണ്ടതില്ലാത്ത വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനും നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. നാട്ടുകല്ലിലെ തുടർച്ചയായ മോഷണം. തുമ്പ് കണ്ടെത്താനാകാതെ പോലീസ്. മോഷണത്തിന് പിന്നിൽ ആസൂത്രിത സംഘമെന്ന നിഗമനം. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.